എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയുടെ മുഖത്ത് മനുഷ്യന്റെ കൈകൊണ്ട് പണിതിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം ചന്ദ്രനിൽ നിന്ന് പോലും കാണാമെന്ന് പറയപ്പെടുന്ന ഒരു മതിൽ, ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. പക്ഷേ ഇതൊരു സാധാരണ മതിലല്ല. ഇതിന്റെ അടിയിൽ ഒട്ടനവധി മനുഷ്യരുടെ ജീവൻ, രക്തം, കണ്ണീർ, കഥകൾ, ആത്മാക്കൾ എന്നിവയുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്നും ചില ഭാഗങ്ങളെ ഗോസ്റ്റ് വോൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവിന് മുൻപേ 3-ാം നൂറ്റാണ്ടിൽ ചൈനീസ് ചക്രവർത്തിയായ ക്വിൻ ഷി ഹുവാങ്ങിക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. വടക്കൻ ഗോത്രവർഗങ്ങൾ, പ്രത്യേകിച്ച് മോങ്കോളുകളും മറ്റു ബാർബേറിയൻസും ആക്രമണങ്ങളും അവന്റെ സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയായി. അവരെ തടയാൻ ചൈനീസ് സാമ്രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിന് ഒരു വലിയ മതിൽ വേണമെന്ന് അവൻ തീരുമാനിച്ചു. കാറ്റടിക്കുന്ന മരുഭൂമി, മഞ്ഞുമൂടിയ മലനിരകൾ, ആഴമേറിയ താഴ്വാരങ്ങൾ, അതെല്ലാം മുറിച്ചു കടന്ന് ആയിരക്കണക്കിന് മൈലുകൾ നീളുന്ന ഒരു മതിൽ. മതിൽ പണിയാൻ സാമ്രാജ്യം ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നു. യുദ്ധത്തിൽ തോറ്റ സൈനികർ, കർഷകർ, കുറ്റക്കാരെന്ന് പ്രഖ്യാപിച്ച തടവുകാർ, തൊഴിലാളികളായി വിൽക്കപ്പെട്ട സാധാരണ ജനങ്ങൾ. അവർക്കാണെങ്കിൽ ഭക്ഷണം കുറവും വിശ്രമവുമില്ല. തണുപ്പിൽ കുറെ പേർ മരണപ്പെടുകയും ചൂടിൽ ഒട്ടനവധി ആളുകൾക്ക് ശരീരം പൊള്ളൽ അനുഭവിക്കുകയും പലരും വീണു മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മതിൽ പണിയുമ്പോൾ 10 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചതായാണ് കണക്കുകൂട്ടൽ. മരിച്ചവരെ തന്നെ മതിലിന്റെ അടിയിലോ കല്ലുകളുടെ ഇടയിലോ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു. ചരിത്രം പറയുന്നത് ഇങ്ങനെ: മരിച്ചവരുടെ ആത്മാവ് ഇന്നും മതിലിനരികിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന്. രാത്രിയിൽ ജിൻഷാൻലിംഗ് ഭാഗത്തേക്ക് പോയാൽ കാറ്റിൽ കേൾക്കാം മനുഷ്യരുടെ നിലവിളി. ചില സൈനികർ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ: മതിലിന്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തണുത്ത കൈകൾ പിന്നിൽ നിന്ന് പിടിക്കുന്ന പോലെ തോന്നിയതായി. കുറെ യാത്രക്കാരും പറയുന്നു തലകെട്ട സൈനികരുടെ രൂപങ്ങൾ മതിലിന്മേൽ നടക്കുന്നതായി കണ്ടു എന്ന്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളെ നാട്ടുകാർ ഗോസ്റ്റ് വോൾ എന്ന് വിളിക്കുന്നുമുണ്ട്. ഗ്രേറ്റ് വാളിനെ കുറിച്ച് ഒരു പ്രശസ്ത കഥയുണ്ട്. മെങ് ജിയാങ്നു എന്ന സ്ത്രീയുടെ കഥ. അവളുടെ ഭർത്താവിനെ മതിൽ പണിയാൻ വിളിച്ചു കൊണ്ടുപോയി. മാസങ്ങളോളം ഒരു വാർത്തയുമില്ല. അവസാനം അവൾ യാത്ര ചെയ്ത് മതിലിനരികിലെത്തി. അവിടെ അറിഞ്ഞത് ഭർത്താവ് മരിച്ചുവെന്നും മതിലിനടിയിൽ അടക്കം ചെയ്തു എന്നുമാണ്. അവളുടെ ദുഃഖത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച കരച്ചിൽ മതിൽ തകർക്കുകയും ഭർത്താവിന്റെ മൃതദേഹം പുറത്തുവരികയും ചെയ്തു എന്നാണ് കഥ. ഇന്നും അവളുടെ ഓർമ്മയ്ക്കായി മെങ് ജിയാങ്നു ടെമ്പിൾ മതിലിനടുത്തുണ്ട്. സൈനികമായി നോക്കുമ്പോൾ ഗ്രേറ്റ് വാൾ പലപ്പോഴും ശത്രുക്കളെ തടഞ്ഞു. പക്ഷെ പലപ്പോഴും മതിലുകൾ കടന്ന് ആക്രമണങ്ങളും നടന്നു. എങ്കിലും ഇത് ചൈനീസ് സംസ്കാരത്തിന്റെ യൂണിറ്റി സിംബലായി മാറി. പക്ഷെ രാത്രിയുടെ ഇരുട്ടിൽ നാട്ടുകാർ ഇപ്പോഴും ഭയപ്പെടുന്നത് തീയില്ലാതെ പ്രകാശം തെളിയുന്നത് കണ്ടതായും കാറ്റില്ലാത്ത രാത്രിയിൽ പെട്ടെന്നുള്ള മുറുമുറുപ്പുകൾ കേട്ടതായും. ചിലർ പറയുന്നു മതിലിനടുത്ത് ഉറങ്ങിയാൽ രാവിലെ ഒരിക്കലും എഴുന്നേൽക്കാനാവില്ല എന്നുമൊക്കെ. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുണ്ട്. കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുമുണ്ട്. പകൽ അവർക്ക് കാണുന്നത് മനുഷ്യരുടെ കഴിവിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പക്ഷേ രാത്രിയിൽ മതിലിനരികിലെ ശബ്ദങ്ങൾ, നിലവിളികൾ, ചാരത്തോട് ചേർന്ന് നടക്കുന്ന മറുപടിയില്ലാത്ത കാൽപ്പാടുകൾ, അത് ചരിത്രത്തിന്റെ ശാപമോ അതോ ഗോസ്റ്റ് വാളിന്റെ ആത്മാക്കളോ? ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം, മനുഷ്യന്റെ ഏറ്റവും വലിയ കല്ലറ. അതൊരു സഞ്ചാരികൾ കാണുന്ന മതിലാണോ അതോ ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളുടെ പാതയോ? ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും കഥകൾ നിങ്ങൾ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.